എല്ലാവർക്കും നമസ്കാരം. ക്യാമ്പ് സെറ്റേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേരാണ് ചിക്കൻ പാൽമുക്കി. നമ്മൾ ഇത് സ്വന്തം റെസിപ്പിയല്ല, നമ്മൾ റാഞ്ചാൻ വേണ്ടിയിട്ട് പോവാണ്. റാഞ്ച് എന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റുക. സാധാരണ ഒത്തിരി പേര് അടിച്ചു മാറ്റുന്നുണ്ട്, പക്ഷെ പറയാറില്ല. അന്തസ് വേറെ അവിടെ അന്തസ്. നമ്മൾ അടിച്ചു മാറ്റിയത് പറഞ്ഞിട്ട് അടിച്ചു മാറ്റാൻ പോകും. അടിച്ചു മാറ്റിയത് വേറെ എവിടുന്നുമല്ല, നമ്മുടെ സാക്ഷാൽ ഷെഫ് പിള്ളയുടെ ഒരു റെസിപ്പി അടിച്ചു മാറ്റി നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ വേറെ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മാങ്ങായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് വരഞ്ഞ് മാരിനേറ്റ് ചെയ്തെടുക്കാവേ. ഓടി മസാലകൾ ഇവിടെ റെഡിയായിരിക്കുന്നു. ഒന്നാമത്തത് കുരുമുളക് പൊടി, രണ്ടാമത്തത് മല്ലിപ്പൊടി, മൂന്നാമത് മുളക് പൊടി, നാലാമത്തത് മഞ്ഞൾപ്പൊടി, അഞ്ചാമത്തത് നമ്മളുടെ സ്പെഷ്യൽ മീറ്റ് മസാല. ചിക്കൻ മീറ്റ് മസാല എന്താണെന്ന് അത്ഭുതപ്പെടേണ്ട, രുചിയിൽ മനസ്സിലാകും. നമുക്കിതൊന്ന് ഒന്നിച്ചാക്കാം. ശേഷം ഈ നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് തോട്ടം ഒഴിക്കണം. ഇനി ഇതിനകത്തൊരു ശകല ഉപ്പ് നീര്. ഇപ്പോൾ പൊടി മനഃപൂർവ്വം ഒഴിവാക്കി ഉപ്പ് നീരെടുത്താണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. നല്ല പാകത്തിന് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ചിക്കൻ കാലിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട്. തേങ്ങാപ്പാലിന് വേണ്ടി 2 തേങ്ങ പൊട്ടിക്കുക. തേങ്ങാപ്പാലിന് വേണ്ടി പിന്നെ തേങ്ങ അല്ല, മാങ്ങ പൊട്ടിക്കാം. നമുക്ക് നമ്മുടെ ദേശീയ ചട്ടി വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ എണ്ണ ഒരു മയത്തിൽ ചൂടായിട്ടുണ്ട്, അതിഭീകരമായിട്ട് ചൂടായിട്ടില്ല. അതിലേക്ക് നമുക്കൊരു 2-3 കറിവേപ്പില ഫുള്ളായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ആ കറിവേപ്പിലയുടെ മേളിലേക്കാണ് നമ്മൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് മസാല തേച്ച് വെച്ച ചിക്കനെ അങ്ങ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ അപ്പുറം വെന്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ട ഇഞ്ചി ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുക്കണം. പച്ചമുളക് ഒന്ന് കീറിയെടുക്കണം. ചെറിയുള്ളി പൊളിച്ച് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. വെളുത്തുള്ളിയും അതുപോലെ തന്നെ പൊളിച്ചൊന്ന് ചെറുതായിട്ട് മുറിക്കുകയോ ചതയ്ക്കുകയോ എന്തുകൊണ്ടും ചെയ്യാം. പിന്നെ ഇത് കറിവേപ്പില അതങ്ങനെയാണ് അവിടെ ഇരുന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ടാവണം. ആയി 100% ആയില്ല, ആയി വരുന്നു. അടുത്തതും കൂടെ മറിച്ചിടാം. പത കണ്ടോ, എന്താ അതിൻ്റെ ഗ്ലാമർ. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് തന്നെ അങ്ങ് കഴിക്കാൻ തോന്നുന്നത്. പാലിൽ മുക്കണ്ട എന്നൊരു തോന്നൽ. അത്രയ്ക്ക് സ്മെല്ലാണ് വരുന്നത്. അത് ഈ നല്ല നാടൻ കറിവേപ്പിലയുടെയും ആട്ടുവെളിച്ചെണ്ണയുടെയാണ്. എന്തായാലും ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് എന്നിട്ട് എടുക്കാം. ഒരു 2 മിനിറ്റ്. ഉമ്മാരെ നമുക്കിങ്ങനെ എടുക്കാം. നമുക്കിതിനകത്ത പൊടിയൊക്കെ അങ്ങ് വടിച്ച് കോരിയെടുക്കണം. പൊടിയും കറിവേപ്പിലയും ഇത് നമുക്ക് നല്ല ഇളം വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. അല്ലെങ്കിൽ വാഴയില ചട്ടിക്കകത്ത് നോക്കുമ്പോൾ ഒടിഞ്ഞിട്ട് അത് ഓട്ടയാണ്. നമ്മൾ അതേ ഉരുളി തന്നെ കഴുകി വൃത്തിയാക്കി അതൊന്ന് ചൂട് പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ആദ്യം ഉപയോഗിച്ച എണ്ണ, എന്തിനാണെന്ന് വെച്ചാൽ രുചി പോകാതിരിക്കാൻ ആ എണ്ണ തന്നെ ഒന്ന് ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒന്ന് ചൂട് പിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങൾ, അതായത് ഇഞ്ചി, ചെറിയ ഉള്ളി, മുളക് കീറിയത്, വെളുത്തുള്ളി, കറിവേപ്പില ഇതങ്ങിട്ട് കൊടുക്കുന്നു.
ഒന്ന് വഴന്ന് വന്നു. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. ഇതിങ്ങനെ കോരുന്നു. ഇപ്പോൾ കോരലിൻ്റെ പെരുന്നാളാണല്ലോ, മുഴുവൻ കോരുവാണ്. ഇനി ഈ എണ്ണ നന്നായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തോട്ടും നമ്മളിങ്ങനെ ആക്കി കൊടുക്കും. അതിനുശേഷം നമ്മുടെ വാഴയില, നല്ല ഇളത്ത വാഴയിലാണ് രുചി കൂടും. ഇത് ഇതിനകത്തോട്ട് ഇങ്ങനെ പയ്യെ നമ്മൾ ഇറക്കി വെക്കും. തീ കത്തിച്ച ഉടനെ ഒരു ശകലം തേങ്ങാപ്പാലം ഒഴിച്ചേക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഇല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നായകനെ അങ്ങ് ഇറക്കുക. പച്ച ഇലയും ചിക്കൻ ഫ്രൈ, എന്താ ഗ്ലാമർ! അടിപൊളി. ഇനിയാണ് പ്രധാന കലാപരിപാടി. തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു കാരണവശാലും ചിക്കൻ്റെ മേളിൽ കവർ ചെയ്യാതെ ഒഴിക്കുന്നതാണ് നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മേള് ഭാഗം നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും, താഴെ ഭാഗം നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ വറുത്ത് വെച്ച ഐറ്റംസ് ഉണ്ടല്ലോ, അതിങ്ങനെ വാരിയിട്ട് ഇതിങ്ങനെ വെതറി കൊടുക്കും. ഇപ്പോൾ പാല് തിളച്ച് കുറുകി തുടങ്ങി. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിൽ നല്ല ഉപ്പിട്ടാണ് നമ്മൾ വറുത്തിരിക്കുന്നത്. സൈഡ് വഴി രുചിവർദ്ധന കുരുമുളക് ചെറുതായിട്ട് ഈ പാല് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും എല്ലാം ഒന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ പാൽമുക്കി നല്ല തിളച്ച് മറിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ്. ഇങ്ങോട്ട് വാ മോനെ. ഇനി നമുക്ക് ഒരുത്തനെ ഇങ്ങനെ എടുത്തിട്ട് പൊക്കത്തോട്ട് വെക്കാം. പാറന്തലുക്ക് ഇത് ചാറിങ്ങനെ കോരിയിട്ട് ഞങ്ങൾ ഒഴിക്കണം. നമ്മുടെ പാൽമുക്കി കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പോകും. ആദ്യം ക്രിസ്പി ആയിട്ടുള്ള മേൽഭാഗം ഇങ്ങനെ എടുക്കാം. പൊളിയുന്ന കണ്ടാ. ഇതെടുത്തിട്ട് അത് നമ്മൾ ചിക്കൻ ഫ്രൈ തന്നെ. ഇവിടെയാണ് സംഭവം വരുന്നത്. ഇതാ പാലിലോട്ട് അങ്ങ് ഇട്ടിട്ട് എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. എന്തായാലും പിള്ളാച്ചൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയത് നന്നായി. സംഭവം വരെ ലെവലാണ്. ഇത് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, നിങ്ങൾ കണ്ടതല്ലേ, സിമ്പിളാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഐറ്റം വേറെ ലെവൽ സാധനം. പുള്ളി മീൻ വെച്ച് ചെയ്തു, നമ്മൾ ചിക്കൻ വെച്ച് അടിച്ചു മാറ്റി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഒന്ന് തിരിച്ചു വെക്കാവേ. പാലിൽ മുങ്ങിക്കിടന്ന ഭാഗം, അതേതുണ്ടോ, ഈ പാലിൽ മുങ്ങിക്കിടന്ന ഭാഗം ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് എൻ്റെ മുന്നേ ഒരു രക്ഷയില്ലാത്ത സാധനം. മേള് സാധാ ചിക്കൻ ഫ്രൈ ആണ്, താഴെ എൻ്റെ മോനെ സംഭവം വേറെ ലെവലാണ്. അപ്പോൾ കോരി ഒഴിച്ചോ, നിങ്ങൾ മേളിൽ കോഴി ഒഴിച്ചാൽ അത്രയും കൂടെ രുചി കിട്ടും കേട്ടോ. ചിക്കൻ ഫ്രൈ മേട് ക്രിസ്പിയും താഴെ ജ്യൂസിയാണ്. എന്നിരുന്നാലും കോരി ഒഴിച്ചാൽ മേളും കൂടെ ജ്യൂസി ആയിട്ട് കിട്ടും. സംഭവം പൊളിയാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ടക്ക് ഒരടി കൊടുക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടുകാരിലെത്തിക്കാനും മറന്നു പോകല്ല്. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വരുന്നവരേക്കും ദിസ് ഈസ് മാർക്ക് ആൻ്റണി സൈനിങ് ഓഫ്.